ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം കാണിക്കാനാട്ടോ പോണത്. മല്ലംകുഴി എന്ന് പറയും. ഒരു സൈഡ് റബ്ബറും ഒരു സൈഡ് കാടും. അതിൻ്റെ ഇടയിൽ കൂടിയാണ് യാത്ര. നിറയെ വെള്ളം വരുന്നുണ്ടോ, കാട്ടുവെള്ളമാണ്, ഉറുവെള്ളം വരുന്നതാണ്, നല്ല തെളിഞ്ഞ വെള്ളം. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ 7 മണിയാകുമ്പോഴത്തേക്കും പോകുന്നു. എങ്കിലാണ് നമുക്ക് സ്വസ്ഥമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ് ഫസ്റ്റ് സ്പോട്ട്. ഇതാണ് മല്ലംകുഴി. മല്ലൻ ചവിട്ടിയ പാട് എന്ന് പറയും. മല്ലൻ എന്ന് വെച്ചാൽ ശിവൻ്റെ കാട്ടാള രൂപം. ആ രൂപമാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്, അതിൻ്റെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ഈ മല്ലൻ ചവിട്ടിയ പാട് എന്നാണ് ഇത് പറയണത്. അവിടെ ഒരു അടുത്തൊരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്ന് വെള്ളം നിറയുമ്പോൾ അവിടെ നിന്ന് ഒഴുകി വന്നിട്ട് ഇവിടെ ഈ കുഴിയിൽ തട്ടിയിട്ട് താഴത്തേക്ക് പോകുന്നതാണ്. ഇവിടെ ബണ്ട് കെട്ടിയിട്ടുണ്ട് തൊഴിലുറപ്പുകാർ. നമ്മൾ രാവിലെ തന്നെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ തിരക്കില്ലാതിരിക്കാനാണ് കേട്ടോ. മുന്നേ ആരും വന്നിരുന്നൊന്നുമില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം കുറേ ആൾക്കാർ വരുന്നുണ്ട്. അവിടെ പാറയുടെ അടിയിലായിട്ടൊരു കൽവിളക്കുണ്ട്. അതിൽ തിരി തെളിയിക്കാറുമുണ്ട്. അവിടെ എണ്ണ തിരി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് അമ്പലം, മല്ലങ്കാവ് എന്ന് പറയും. പിന്നെ ഒരു കാവിൻ്റെ സെറ്റപ്പായിരുന്നു. ഒരു പാല, പിന്നെ ഒരു തറ, അതിൽ പ്രതിഷ്ഠകൾ, അങ്ങനെയായിരുന്നു. അത് നമ്മൾ അതിൻ്റെ തന്നെ ഇഷ്ടത്തിന് നമ്മൾ പൂജിക്കുന്നു, പായസം വയ്ക്കുന്നു, അങ്ങനെയാണ്. പിന്നീട് നാട്ടുകാർ ഏറ്റെടുക്കുകയും അമ്പലം പുരോഗമിക്കുകയും ചെയ്തു. ആ പാലയുടെ സ്വാഭാവിക വളർച്ചയെ തടസ്സപ്പെടുത്താതെ തന്നെ അതിനെ അങ്ങനെ തന്നെ അമ്പലം ഉണ്ടാക്കി വെച്ചു. ഇപ്പോൾ ഇത് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചെറിയൊരു വെള്ളച്ചാട്ടം കാണാനാണ്. ഇത് നമ്മുടെ വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. എങ്കിലും നമുക്ക് എല്ലാവർക്കും, വീട്ടുകാർക്ക് എല്ലാവർക്കും കൂടി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി വളരെ നല്ലൊരു സ്ഥലമാണ്. കുറേ പാറകളും മരങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ളതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം. അപ്പുറത്ത് റബ്ബർ കാട്ടിൽ നിന്നും വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഇവിടെ മുകളിൽ നിന്നും വെള്ളം ഒഴുകി വന്നിട്ടുള്ളതാണ്. ഇവിടെ വലിയ താഴ്ചയൊന്നുമില്ല. എല്ലാവർക്കും, ചെറിയ കുട്ടികൾക്ക് വരെ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന താഴ്ച തന്നെ ഉള്ളൂ. ഈ കാണുന്ന ഇത്രയും ഹൈറ്റ് തന്നെയാണ് ഉള്ളൂ ഇതിന്. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്പോട്ട്. ഇവിടെ കക്കടബാവ് ബലിക്ക് വേണ്ടിയിട്ട് ബലിയിടാനൊക്കെ ആൾക്കാർ വരുന്നതാണ്. വലിയ രീതിയിൽ തന്നെ ബലിതർപ്പണമൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫോട്ടോഷൂട്ടുകൾ, കല്യാണത്തിൻ്റെ, മെറ്റേണിറ്റി കാര്യങ്ങളിലൊക്കെ ഫോട്ടോഷൂട്ടുകളൊക്കെ ഇവിടെ നടക്കുന്ന നല്ലൊരു സ്ഥലമാണ്. ഇതാണ് ഗംഗാജലം. ഒരു പാറവിടവിൽ കൂടിയായിരുന്നു വെള്ളം വരുന്നത്. കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഗംഗാജലം എന്നാണ് വിശ്വാസം. അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചുറ്റും മതിൽ കെട്ടി വലയിട്ടിട്ട് വെച്ചിരിക്കുകയാണ്. മുൻപ് ഈ ഒഴുകുന്ന വെള്ളത്തിൽ കൂടെ ഈ പാറവിടവിൽ വെള്ളം കൂടി ഒഴുകിപ്പോയിരുന്നു. പിന്നീട് അമ്പലം പുരോഗമിച്ചതോടുകൂടിയിട്ട് അതിനെയും വൃത്തിയാക്കി എടുത്തതാണ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലത്തെ വ്യൂ ആണ്. ഒരു ചെറിയ തോടിൽ നിന്നാണ് ഈ വെള്ളം വന്നിട്ട് ഇവിടെ കല്ലിൽ തട്ടി ചെതറി ഒഴുകുന്നത്. നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടമെങ്കിൽ ലൊക്കേഷൻ പറഞ്ഞുതരാം. തൃശ്ശൂർ ജില്ലയിലെ എരുവംപെട്ടി കടങ്ങോട്, അവിടെ സോയംപടി നിന്നും 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് മല്ലൻകാവ്. ഈ സ്ഥലം കണ്ടില്ലേ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പ്ലാസ്റ്റിക്കുകളൊന്നും വലിച്ചെറിയാതെ സ്ഥലത്തെ സംരക്ഷിക്കുക, എല്ലാ സ്ഥലത്തെയും.